പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ ഡിറ്റർമിനൻസ് എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 2 വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിരുന്നു. ആ 2 വീഡിയോസും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വീഡിയോ പോസ് ചെയ്ത് നോട്ട്സ് എല്ലാം എഴുതി അത് പഠിച്ചു കാണുമെന്ന് കരുതട്ടെ. ഇനി നമുക്ക് 3ാമത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ 2 വീഡിയോയിൽ നമ്മൾ എന്താണ് ഡിറ്റർമിനൻ്റ് എന്നും ഡിറ്റർമിനൻ്റ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നും ആ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമ്മൾ 4 പ്രോബ്ലംസും ചെയ്തു. ഇനി 3ാമത്തെ വീഡിയോയിൽ നമുക്ക് 5ാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. എൻ്റെ പ്രോബ്ലം ഇതാണ്. 5ാമത്തെ പ്രോബ്ലം ഇതാണ്. പ്രൂവ് ദാറ്റ് ഡിറ്റർമിനൻറ്റ് 1 1 1 a b c a square b square c square is equal to a minus b into b minus c into c minus a. ഈ ഡിറ്റർമിൻ്റെ വാല്യൂ a minus b into b minus c into c minus a ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇത്തരം പ്രോബ്ലത്തിൽ നിങ്ങൾ ആദ്യം തന്നെ കയറി ഡയറക്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കരുത്. അതിന് പകരം പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് വേണം പ്രൊസീഡ് ചെയ്യാൻ. ഡയറക്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ സമയം കൂടുതലെടുക്കും. അതുകൊണ്ട് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചതിന് ശേഷം കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. LHS എടുക്കുന്നു. അതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. പ്രൂഫ് LHS എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻറ്റ് 1 1 1 a b c a square b square c square. ഇവിടെ ഫസ്റ്റ് റോയിൽ 1 1 വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് റോയിൽ 1 1 വരികയാണെങ്കിൽ ഈ എലമെൻറ്റിനെ 0 ആക്കണം, അതുപോലെ ഈ എലമെൻറ്റിനെയും 0 ആക്കണം. ഇവിടെ 0 ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സെക്കൻഡ് കോളത്തിൽ നിന്ന് ഫസ്റ്റ് കോളത്തിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കുറച്ചാൽ മതി. ഇവിടെ 0 ആക്കാൻ വേണ്ടി തേർഡ് കോളത്തിൽ നിന്ന് ഫസ്റ്റ് കോളത്തിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കുറച്ചാൽ മതി. ഒരു കോളത്തിലെ എലമെൻറ്റ്സിൽ നിന്ന് വേറൊരു കോളത്തിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കുറച്ചാൽ വി ഗെറ്റ് എ ന്യൂ ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിൻ്റെ വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിൻ്റെ വാല്യൂയും സെയിം ആണെന്ന് നമുക്കറിയാം. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇവിടെ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്സിൽ നിന്ന് ഫസ്റ്റ് കോളത്തിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കുറയ്ക്കുന്നു. അതുപോലെ തേർഡ് കോളത്തിലെ എലമെൻറ്റ്സിൽ നിന്ന് ഫസ്റ്റ് കോളത്തിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കുറയ്ക്കുന്നു. അപ്പോൾ C2ന് ചേഞ്ച് കൊടുക്കുന്നു, C2 മൈനസ് C1. C3ക്ക് ചേഞ്ച് കൊടുക്കുന്നു, C3 മൈനസ് C1. അപ്പോൾ ഫസ്റ്റ് കോളം നമ്മൾ അതുപോലെ തന്നെ എഴുതുന്നു. ഡിറ്റർമിനൻറ്റ് 1 a സ്ക്വയർ. ഇനി സെക്കൻഡ് കോളത്തിൽ നിന്ന് ഫസ്റ്റ് കോളത്തിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കുറയ്ക്കുന്നു. 1 മൈനസ് 1 0, b മൈനസ് a, ഈ b സ്ക്വയർ മൈനസ് a സ്ക്വയർ. ഇനി തേർഡ് കോളത്തിൽ നിന്ന് ഫസ്റ്റ് കോളത്തിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കുറയ്ക്കുന്നു. 1 മൈനസ് 1 0, പിന്നെ c മൈനസ് a, പിന്നെ c സ്ക്വയർ മൈനസ് a സ്ക്വയർ. അപ്പോൾ ഇവിടുത്തെ ഈ 2 എലമെൻറ്റ്സ് നമ്മൾ 0 ആക്കി. ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ ട്രാൻസ്ഫോർമേഷനാണ്. C2ന് C2 മൈനസ് C1 എന്നുള്ള ചേഞ്ച് കൊടുത്തു, C3ക്ക് C3 മൈനസ് C1 എന്നുള്ള ചേഞ്ച് കൊടുത്തു. പുതിയ ഡിറ്റർമിനൻ്റ് കിട്ടി. ആ ഡിറ്റർമിൻ്റെ വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഇനി ഫസ്റ്റ് റോയിൽ 2 സീറോസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി ഈ ഡിറ്റർമിൻ്റെ വാല്യൂ ഡയറക്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിക്കാം. 1 ഇൻറ്റു 1 വരുന്ന റോയും കോളവും മാറ്റുക. ഫസ്റ്റ് റോ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. 1 വരുന്ന റോയും കോളവും മാറ്റുക. 1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് b മൈനസ് a c മൈനസ് a, b സ്ക്വയർ മൈനസ് a സ്ക്വയർ, c സ്ക്വയർ മൈനസ് a സ്ക്വയർ, മൈനസ് 0 ഇൻറ്റു സംതിങ് ഇവിടെ 0 വരും, പ്ലസ് 0 ഇൻറ്റു സംതിങ് ഇവിടെ 0 വരും. റൈറ്റ്. ഈ ഡിറ്റർമിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ് ഗുണിക്കുക. b മൈനസ് a ഇൻറ്റു c സ്ക്വയർ മൈനസ് a സ്ക്വയർ, മൈനസ് ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സ് ഗുണിക്കുക. c മൈനസ് a ഇൻറ്റു b സ്ക്വയർ മൈനസ് a സ്ക്വയർ. മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ് ഗുണിച്ചു, മൈനസ് ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സ് ഗുണിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു b മൈനസ് a ഇൻറ്റു, ഇത് ഫാക്ടറൈസ് ചെയ്യാം, c മൈനസ് a ഇൻറ്റു c പ്ലസ് a. c സ്ക്വയർ മൈനസ് a സ്ക്വയർ എന്ന് പറയുമ്പോൾ c മൈനസ് a ഇൻറ്റു c പ്ലസ് a ആണ്. മൈനസ് c മൈനസ് a ഇൻറ്റു, ഇതും ഫാക്ടറൈസ് ചെയ്യാം, b സ്ക്വയർ മൈനസ് a സ്ക്വയറിന് പകരം b മൈനസ് a ഇൻറ്റു b പ്ലസ് a എന്ന് കൊടുക്കാം. ഇവിടെ ഒരു b മൈനസ് a ഉണ്ട്, ഇവിടെ ഒരു b മൈനസ് a ഉണ്ട്, ഇവിടെ ഒരു c മൈനസ് a ഉണ്ട്, ഇവിടെ ഒരു c മൈനസ് a ഉണ്ട്. അപ്പോൾ ഈ 2 ടേംസിൽ നിന്ന് നമുക്ക് b മൈനസ് a ഇൻറ്റു c മൈനസ് a വെളിയിലെടുക്കാം. ഇപ്പോൾ b മൈനസ് a ഇൻറ്റു c മൈനസ് a വെളിയിലെടുത്താൽ ബ്രാക്കറ്റിനകത്ത് c പ്ലസ് a മൈനസ് ഈ 2 ടേംസും പോയാൽ ബാക്കി വരുന്നത് b പ്ലസ് a ആണ്. ദാറ്റ് ഈസ് b മൈനസ് a ഇൻറ്റു c മൈനസ് a ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് c പ്ലസ് a, ഈ മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് b മൈനസ് a എന്ന് വരും. ഇവിടെ എയും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ b മൈനസ് a ഇൻറ്റു c മൈനസ് a ഇൻറ്റു c മൈനസ് b എന്ന് വരും, c മൈനസ് b. ഇനി RHSനകത്ത് a മൈനസ് b ആണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ b മൈനസ് a ആണ്. അതുകൊണ്ട് ഈ ടേമിൽ നിന്ന് ഒരു മൈനസ് വെളിയിലെടുക്കുക. അതുപോലെ RHSൽ c മൈനസ് b ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു മൈനസ് വെളിയിലെടുക്കുക. ഇവിടുന്ന് മൈനസ് എടുക്കുമ്പോൾ മൈനസ് ഓഫ്, മൈനസ് ചെയ്യുന്ന മൈനസ് പോകുമ്പോൾ പ്ലസ് a ആകും. ഇവിടെ പ്ലസ് b എന്ന് മൈനസ് പോയി കഴിഞ്ഞാൽ മൈനസ് b ആവും. അപ്പോൾ ഈ ടേമിൽ നിന്ന് ഈ ഫാക്ടറിയിൽ നിന്ന് മൈനസ് വെളിയിലെടുക്കുമ്പോൾ മൈനസ് ഓഫ് a മൈനസ് b എന്ന് വരും. അതുപോലെ c മൈനസ് a നമ്മൾ ഇറക്കി എഴുതി. ഈ ഫാക്ടറിയിൽ നിന്ന് മൈനസ് വെളിയിലെടുക്കുക. മൈനസ് വെളിയിലെടുക്കുമ്പോൾ ഇവിടുന്ന് മൈനസ് എടുക്കുമ്പോൾ b ആകും. ഇവിടെ പ്ലസ് നിന്ന് മൈനസ് എടുക്കുമ്പോൾ മൈനസ് c ആവും. അപ്പോൾ ഈ ഫാക്ടറിയിൽ നിന്ന് നമ്മൾ മൈനസ് വെളിയിലെടുത്തു, മൈനസ് ഓഫ് b മൈനസ് c എന്ന് വരും. ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. അപ്പോൾ a മൈനസ് b ഇൻറ്റു c മൈനസ് a ഇൻറ്റു b മൈനസ് c എന്ന് വരും. a മൈനസ് b ഇൻറ്റു c മൈനസ് a ഇൻറ്റു b മൈനസ് c എന്ന് വരും. b മൈനസ് c നമ്മൾ രണ്ടാമത് എഴുതുന്നു. ദാറ്റ് ഈസ് a മൈനസ് b ഇൻറ്റു b മൈനസ് c ഇൻറ്റു c മൈനസ് a. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തുല്യമാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു.
നമുക്ക് ആറാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. ആറാമത്തെ പ്രോബ്ലം ഇതാണ്. പ്രൂവ് ദാറ്റ് ഡിറ്റർമിനന്റ് 1 1 1 എ ബി സി എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി LHS എടുക്കുക. അതിൻ്റെ പ്രൂഫ് LHS ഈക്വൽസ് ഡിറ്റർമിനൻറ്റ് 1 1 1 എ ബി സി എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ്. ഇവിടെ ഫസ്റ്റ് റോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് തന്നെ നിങ്ങൾ ഡയറക്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങരുതും. അത് ഒരുപാട് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. പകരം പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചതിന് ശേഷമാണ് എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് റോയിൽ 1 1 വന്നാൽ ഇത് 0 ആക്കണം, അതുപോലെ ഇതും 0 ആക്കണം. ഇവിടെ 0 ക്രിയേറ്റ് ചെയ്യാൻ സെക്കൻഡ് കോളത്തിൽ നിന്ന് ഫസ്റ്റ് കോളം കുറയ്ക്കുക. ഇവിടെ 0 ക്രിയേറ്റ് ചെയ്യാൻ തേർഡ് കോളത്തിലെ എലമെൻറ്റ്സിൽ നിന്ന് ഫസ്റ്റ് കോളത്തിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കുറയ്ക്കുക. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ഇതാണ്. C2ന് ചേഞ്ച് കൊടുക്കുന്നു, C2 മൈനസ് C1. C3ക്ക് ചേഞ്ച് കൊടുക്കുന്നു, C3 മൈനസ് C1. ഫസ്റ്റ് കോളം അതുപോലെ തന്നെ 1 എ ക്യൂബ്. സെക്കൻഡ് കോളത്തിൽ നിന്ന് ഫസ്റ്റ് കോളത്തിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കുറയ്ക്കുന്നു. 1 മൈനസ് 1 0 ബി മൈനസ് എ ബി ക്യൂബ് മൈനസ് എ ക്യൂബ്. ഈ തേർഡ് കോളത്തിൽ നിന്ന് ഫസ്റ്റ് കോളത്തിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കുറയ്ക്കുന്നു. 1 മൈനസ് 1 ഇത് 0 സി മൈനസ് എ സി ക്യൂബ് മൈനസ് എ ക്യൂബ്. ഇപ്പോൾ ഫസ്റ്റ് റോയിൽ 2 എൻട്രീസ് സീറോസ് ആയി. ഇനി നമുക്ക് വാല്യൂ കാണാൻ ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കാണാൻ വേണ്ടി ഫസ്റ്റ് റോ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്തു. 1 ഇൻറ്റു 1 വരുന്ന റോയും കോളവും മാറ്റുക. ബാക്കി വരുന്ന ഡിറ്റർമിനൻറ്റ് ബി മൈനസ് എ സി മൈനസ് എ ബി ക്യൂബ് മൈനസ് എ ക്യൂബ് സി ക്യൂബ് മൈനസ് എ ക്യൂബ് മൈനസ് 0 ഇൻറ്റു സംതിങ് 0 പ്ലസ് 0 ഇൻറ്റു സംതിങ് 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു ഇതിൻ്റെ ഈ ഡിറ്റർമിൻ്റെ വാല്യൂ മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ് ഗുണിക്കുന്നു. ബി മൈനസ് എ ഇൻറ്റു സി ക്യൂബ് മൈനസ് എ ക്യൂബ് മൈനസ് സി മൈനസ് ബി ഇൻറ്റു ബി ക്യൂബ് മൈനസ് എ ക്യൂബ്. മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ് ഗുണിച്ചു മൈനസ് ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സ് ഗുണിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു ഈ സി ക്യൂബ് മൈനസ് എ ക്യൂബിനെ നമുക്കിങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. സി മൈനസ് എ ഇൻറ്റു സി സ്ക്വയർ പ്ലസ് സി എ പ്ലസ് എ സ്ക്വയർ എന്ന് ഫാക്ടറൈസ് ചെയ്യാം. മൈനസ് ഈ സി മൈനസ് എ ഇൻറ്റു ഈ ബി ക്യൂബ് മൈനസ് എ ക്യൂബിനെ നമുക്കിങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. ബി മൈനസ് എ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് ബി എ പ്ലസ് എ സ്ക്വയർ എന്ന് ഫാക്ടറൈസ് ചെയ്യാം. ബി ക്യൂബ് മൈനസ് എ ക്യൂബ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബി മൈനസ് എ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് ബി എ പ്ലസ് എ സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ ഒരു ബി മൈനസ് എ ഉണ്ട്, ഇവിടെ ഒരു ബി മൈനസ് എ ഉണ്ട്, ഇവിടെ ഒരു സി മൈനസ് എ ഉണ്ട്, ഇവിടെ ഒരു സി മൈനസ് എ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ടേംസിൽ നിന്ന് നമുക്ക് ബി മൈനസ് എയും സി മൈനസ് എയും വെളിയിലെടുക്കാം. ഇവിടുന്ന് ബി മൈനസ് എ വെളിയിലെടുക്കുന്നു. ഈ രണ്ട് ടേംസിൽ നിന്ന് നമ്മൾ ബി മൈനസ് എയും സി മൈനസ് എയും വെളിയിലെടുക്കുന്നു. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ബി മൈനസ് എയും സി മൈനസ് എയും പോയാൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്നത് സി സ്ക്വയർ പ്ലസ് സി എ പ്ലസ് എ സ്ക്വയർ ആണ്. ഇവിടെ ബി സി മൈനസ് എയും ബി മൈനസ് എയും പോയാൽ ബ്രാക്കറ്റിനുള്ളിൽ വരുന്നത് മൈനസ് ഓഫ് ബ്രാക്കറ്റിനുള്ളിൽ വരുന്നത് ബി സ്ക്വയർ പ്ലസ് ബി എ പ്ലസ് എ സ്ക്വയർ ആണ്. ഓക്കെ, ശരി. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സി സ്ക്വയർ പ്ലസ് സി എ പ്ലസ് എ സ്ക്വയർ മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് ബി സ്ക്വയർ മൈനസ് ബി എ മൈനസ് എ സ്ക്വയർ എന്ന് വരും. എ സ്ക്വയർ അങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു ഞാൻ സി സ്ക്വയറും ബി സ്ക്വയറും അടുപ്പിച്ചെഴുതി. സി സ്ക്വയറും ബി സ്ക്വയറും അടുപ്പിച്ചെഴുതി. സി സ്ക്വയറും ബി സ്ക്വയറും ഞാൻ അടുപ്പിച്ചെഴുതി. സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് സി എ മൈനസ് ബി എന്ന് വരും. മൈനസ് ബി എ. ദാറ്റ് ഈസ് ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു ഈ സി സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. സി മൈനസ് ബി ഇൻറ്റു സി പ്ലസ് ബി എന്ന് ഫാക്ടറൈസ് ചെയ്യാം. പ്ലസ് ഈ രണ്ട് ടൈമിൽ നിന്ന് നമുക്ക് എ വെളിയിലെടുക്കാം. എ ഇൻറ്റു സി മൈനസ് ബി. ഇവിടെ ഒരു സി മൈനസ് ബി ഉണ്ട്, ഇവിടെ ഒരു സി മൈനസ് ബി ഉണ്ട്. ഈ രണ്ട് ടൈമിൽ നിന്ന് സി മൈനസ് ബി വെളിയിലെടുക്കുന്നു. അപ്പോൾ ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു സി മൈനസ് ബി ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് സി പ്ലസ് ബി പ്ലസ് എന്ന് വരും. സി പ്ലസ് ബി പ്ലസ് എന്ന് വരും. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സി പ്ലസ് ബി പ്ലസ് എന്ന് വരും. ഇവിടെ ഒരു ബി മൈനസ് എ ആണുള്ളത്, ഇവിടെ ഒരു സി മൈനസ് ബി ആണ്. നമുക്ക് ആർ എച്ച് എസിനകത്ത് എ മൈനസ് ബിയും ബി മൈനസ് സിയും ആണ് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് ഒരു മൈനസ് വെളിയെടുക്കുക. ഇവിടുന്ന് മൈനസ് എടുക്കുമ്പോൾ മൈനസ് ഓഫ് എ മൈനസ് ബി എന്ന് വരും. ഇവിടുന്ന് മൈനസ് എടുക്കുമ്പോൾ മൈനസ് ഓഫ് ബി മൈനസ് സി എന്ന് വരും. ആ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ വരും. എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്ന് വരും. എ പ്ലസ് ബി പ്ലസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ഓക്കെ, ഇനി നമുക്ക് ഏഴാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഏഴാമത്തെ ഏഴാമത്തെ പ്രോബ്ലം ഇതാണ്. പ്രൂവ് ദാറ്റ് ഡിറ്റർമിനൻറ്റ് 1 1 1 എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ് ഈസ് ഈക്വൽ ടു
എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് സി എ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ഡിറ്റർമിൻ്റെ വാല്യൂ ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. നിങ്ങൾ തുടക്കത്തിൽ തന്നെ നേരിട്ട് കയറി എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കരുത്. നേരിട്ട് കയറി എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരുപാട് സമയം എടുക്കേണ്ടി വരും നമുക്ക് പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് പ്രൊസീഡ് ചെയ്യണം ആദ്യം. ഇപ്പോൾ LHS എടുക്കുക. LHS ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് 1 1 1 എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ്. ഇവിടെ ഫസ്റ്റ് കോളത്തിലാണ് 1 1 1 വന്നിരിക്കുന്നത്. ഫസ്റ്റ് കോളത്തിൽ 1 1 വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ എലമെൻറ്റ് 0 ആക്കണം, അതുപോലെ ഈ എലമെൻറ്റും 0 ആക്കണം. ഈ എലമെൻറ്റ് 0 ആക്കാൻ സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സിൽ നിന്ന് ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് കുറച്ചാൽ മതി. R2ന് ചേഞ്ച് കൊടുക്കണം, R2 മൈനസ് R1. ഇവിടെ 0 ആക്കാൻ വേണ്ടി തേർഡ് റോയിലെ എലമെൻറ്റ്സിൽ നിന്ന് ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് കുറച്ചാൽ മതി. R3ക്ക് ചേഞ്ച് കൊടുക്കണം, R3 മൈനസ് R1. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ 1 1 വരുന്ന എല്ലാ പ്രോബ്ലത്തിലും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ ട്രാൻസ്ഫോർമേഷനാണ്. R2ന് ചേഞ്ച് കൊടുക്കണം, R2 മൈനസ് R1. R3ക്ക് ചേഞ്ച് കൊടുക്കണം, R3 മൈനസ് R1. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് 1 എ സ്ക്വയർ എ ക്യൂബ്. ഫസ്റ്റ് റോ നമ്മൾ അതുപോലെ തന്നെ എഴുതി. ഇനി സെക്കൻഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോ കുറയ്ക്കുക. 1 മൈനസ് 1 0 ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓക്കെ, ഇവിടെ ബി ക്യൂബ് മൈനസ് എ ക്യൂബ്. ഇനി തേർഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോ കുറയ്ക്കുക. 1 മൈനസ് 1 0 സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓക്കെ, സി ക്യൂബ് മൈനസ് എ ക്യൂബ്. അപ്പോൾ നമ്മൾ R2ന് ചേഞ്ച് കൊടുത്തു, R2 മൈനസ് R1. R3ക്ക് ചേഞ്ച് കൊടുത്തു, R3 മൈനസ് R1. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ 2 zeros വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് കോളം ഉപയോഗിച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. 1 ഇൻറ്റു 1 വരുന്ന റോയും കോളവും മാറ്റുക. ബാക്കി എലിമെൻറ്റ്സ് കൊണ്ടുള്ള ഡിറ്റർമിനൻറ്റ് ഇതാണ്. ഡിറ്റർമിനൻറ്റ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബി ക്യൂബ് മൈനസ് എ ക്യൂബ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ സി ക്യൂബ് മൈനസ് എ ക്യൂബ് മൈനസ് 0 ഇൻറ്റു സംതിങ് പ്ലസ് 0 ഇൻറ്റു സംതിങ് 0 തന്നെ വരും. ഇവിടെ ഫസ്റ്റ് കോളം ഉപയോഗിച്ചാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ 2/2 ഡിറ്റർമിൻ്റെ വാല്യൂ എഴുതുക. മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ് ഗുണിക്കുക, മൈനസ് ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സ് ഗുണിക്കുക. അപ്പോൾ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു സി ക്യൂബ് മൈനസ് എ ക്യൂബ് മൈനസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ബി ക്യൂബ് മൈനസ് എ ക്യൂബ്. മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ് തമ്മിൽ ഗുണിച്ചു, പിന്നെ ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയറിനെ നമുക്കിങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എന്ന് ഫാക്ടറൈസ് ചെയ്യാം. ഈ സി ക്യൂബ് മൈനസ് എ ക്യൂബിനെ നമുക്കിങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. സി മൈനസ് എ ഇൻറ്റു സി സ്ക്വയർ പ്ലസ് സി എ പ്ലസ് എ സ്ക്വയർ എന്ന് ഫാക്ടറൈസ് ചെയ്യാം. സി ക്യൂബ് മൈനസ് എ ക്യൂബിനെ നമുക്കിങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. സി മൈനസ് എ ഇൻറ്റു സി സ്ക്വയർ പ്ലസ് സി എ പ്ലസ് എ സ്ക്വയർ എന്ന് ഫാക്ടറൈസ് ചെയ്യാം. മൈനസ് ഈ സി സ്ക്വയർ മൈനസ് എ സ്ക്വയറിനെ നമുക്കിങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. സി മൈനസ് എ ഇൻറ്റു സി പ്ലസ് എ എന്ന് ഫാക്ടറൈസ് ചെയ്യാം. സി മൈനസ് എ ഇൻറ്റു സി പ്ലസ് എ എന്ന് ഫാക്ടറൈസ് ചെയ്യാം. ഈ ബി ക്യൂബ് മൈനസ് എ ക്യൂബിനെ നമുക്കിങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. ബി മൈനസ് എ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് ബി എ പ്ലസ് എ സ്ക്വയർ എന്ന് ഫാക്ടറൈസ് ചെയ്തെഴുതാം. ഓക്കെ, ഇവിടെ നോക്കിയേ, ബി മൈനസ് എ ഉണ്ട്, ഇവിടെ ഒരു ബി മൈനസ് എ ഉണ്ട്, ഇവിടെ ഒരു സി മൈനസ് എ ഉണ്ട്, ഇവിടെ ഒരു സി മൈനസ് എ ഉണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ടേമിൽ നിന്നും സെക്കൻഡ് ടേമിൽ നിന്നും നമ്മൾ ബി മൈനസ് എയും വെളിയിലെടുക്കുന്നു, അതുപോലെ സി മൈനസ് എയും വെളിയിലെടുക്കുന്നു. ബി മൈനസ് എയും സി മൈനസ് എയും ഈ ഫസ്റ്റ് ടേമിൽ നിന്ന് വെളിയിലെടുത്താൽ ഫസ്റ്റ് ടേം ബിക്കംസ് ബി പ്ലസ് എ ഇൻറ്റു സി സ്ക്വയർ പ്ലസ് സി എ പ്ലസ് എ സ്ക്വയർ മൈനസ് സി പ്ലസ് എ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് ബി എ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു ഈ ഇവിടെ 2 ഫാക്ടേഴ്സ് ഉണ്ട്, ഇവിടെ 2 ടേംസ് ഉണ്ട്, ഇവിടെ 3 ടേംസ് ഉണ്ട്. ഗുണിക്കുമ്പോൾ 6 ടേംസ് വരും. അപ്പോൾ ഈ 2 ഫാക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ടേംസ് വരും. ഇവിടെ 2, ഇവിടെ 3. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ടേംസ് വരും. അപ്പോൾ ഈ 2 ഫാക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ബി സി സ്ക്വയർ പ്ലസ് എ ബി സി പ്ലസ് എ സ്ക്വയർ ബി പ്ലസ് എ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സി പ്ലസ് എ സ്ക്വയർ സി പ്ലസ് എ ക്യൂബ് എന്ന് വരും. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒപ്പം ഈ മൈനസ് അകത്തേക്ക് എടുക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ 2 ഫാക്ടേഴ്സ് തമ്മിൽ ഗുണിക്കുകയും ഒപ്പം മൈനസ് അകത്തേക്ക് എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടേംസ് ഇങ്ങനെയാണ്: മൈനസ് ബി സ്ക്വയർ സി മൈനസ് എ ബി സി മൈനസ് എ സ്ക്വയർ സി മൈനസ് എ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബി മൈനസ് എ ക്യൂബ് എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് എ ബി സി ക്യാൻസൽ ചെയ്ത് പോവും, എ ബി സി ക്യാൻസൽ ചെയ്ത് പോവും. അതുപോലെ എ സ്ക്വയർ ബി ക്യാൻസൽ ചെയ്ത് പോവും. അതുപോലെ എ സ്ക്വയർ സിയും ഈ എ സ്ക്വയർ സിയും മൈനസ് എ സ്ക്വയർ സിയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ അവശേഷിക്കുന്നത് ഇവർ മാത്രമാണ്. ഇപ്പോൾ ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ അവശേഷിക്കുന്നതാണ് ബി സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സി പ്ലസ് എ സി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ. ഇത് മാത്രമാണ്, ഈ 4 ടേംസാണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ബി മൈനസ് എ ഇൻറ്റു
സി മൈനസ് എ ഇൻറ്റു ഈ രണ്ട് ടൈമിൽ നമുക്ക് ബി സി വെളിയിലെടുക്കാം. ബി സി ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ സി മൈനസ് ബി എന്ന് വരും. ഈ രണ്ട് ടൈമിൽ നിന്ന് നമുക്ക് എ വെളിയിലെടുക്കാം. ബ്രാക്കറ്റിനുള്ളിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരും. ദാറ്റ് ഈസ് ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു ബി സി ഇൻറ്റു സി മൈനസ് ബി പ്ലസ് എ ഇൻറ്റു ഇത് ഫാക്ടറൈസ് ചെയ്യാം. സി മൈനസ് ബി ഇൻറ്റു സി പ്ലസ് ബി എന്ന് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഈ രണ്ട് ടേമിൽ നിന്ന് ഒരു സി മൈനസ് ബി നമുക്ക് വെളിയിലെടുക്കാം. അപ്പോൾ ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു സി മൈനസ് ബി ബ്രാക്കറ്റിനകത്ത് ബി സി പ്ലസ് എ ഇൻറ്റു സി പ്ലസ് ബി എന്ന് വരും. ദാറ്റ് ഈസ് ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു സി മൈനസ് ബി ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ ബി സി പ്ലസ് എ അകത്തേക്ക് ഗുണിക്കുകയാണെങ്കിൽ എ സി പ്ലസ് എ ബി എന്ന് വരും. ദാറ്റ് ഈസ് ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു സി മൈനസ് ബി ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് എ സി എന്ന് വരും. നമുക്ക് ആർ എസ് എസിൽ എ മൈനസ് ബി ആണ് വരേണ്ടത്. അപ്പോൾ ഈ ഫാക്ടറിയിൽ നിന്ന് മൈനസ് വെളിയിലെടുക്കുക, അതുപോലെ ഈ ഫാക്ടറിയിൽ നിന്ന് മൈനസ് വെളിയിലെടുക്കുക. ആ രണ്ട് മൈനസും കൂടെ പ്ലസ് ആയിക്കോളും. അപ്പോൾ ഇവിടുന്ന് മൈനസ് എടുക്കുമ്പോൾ മൈനസ് ഓഫ് എ മൈനസ് ബി എന്ന് വരും. ഇവിടുന്ന് മൈനസ് എടുക്കുമ്പോൾ മൈനസ് ഓഫ് ബി മൈനസ് സി എന്ന് വരും. ആ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിക്കോളും. ഇവിടെ എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ദാറ്റ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ഇതാണ് ഡിറ്റർമിൻ്റെ വാല്യൂ. ദാറ്റ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്. നമുക്ക് എട്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. എയ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രൂവ് ദാറ്റ് ഡിറ്റർമിനൻറ്റ് 1 1 1 എക്സ് വൈ ഇസഡ് വൈ ഇസഡ് ഇസഡ് എക്സ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സ്. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ 1 1 വന്നാൽ എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. R2 ചേഞ്ച് കൊടുക്കണം, R2 മൈനസ് R1. R3 ചേഞ്ച് കൊടുക്കണം, R3 മൈനസ് R1. ഇത് കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ഹോംവർക്കായിട്ട് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഒൻപതാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രൂവ് ദാറ്റ് ഡിറ്റർമിനൻറ്റ് എ പ്ലസ് ബി പ്ലസ് 2c എ ബി സി ബി പ്ലസ് സി പ്ലസ് 2a ബി സി എ സി പ്ലസ് എ പ്ലസ് 2b ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ ക്യൂബ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ഡിറ്റർമിൻ്റെ വാല്യൂ 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ ക്യൂബ് എന്ന് പ്രൂവ് ചെയ്യണം. അതിൻ്റെ പ്രൂഫിലേക്ക് നമുക്ക് പോകാം. എൽ എച്ച് എസ് ഈക്വൽസ് എൽ എച്ച് എസ് എടുക്കുക. ഡിറ്റർമിനൻറ്റ് എ ഇവിടെ ഫസ്റ്റ് കോളത്തിൽ എ പ്ലസ് ബി പ്ലസ് 2c എന്ന് വരും. ഫസ്റ്റ് കോളത്തിൽ വരുന്ന എ പ്ലസ് ബി പ്ലസ് 2c സി സി ആണ്. സെക്കൻഡ് കോളത്തിൽ വരുന്നത് സി ബി പ്ലസ് സി പ്ലസ് 2a എ ആണ്. തേർഡ് കോളത്തിൽ വരുന്നത് ബി ബി സി പ്ലസ് എ പ്ലസ് 2b ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് റോയിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കോളത്തിലോ 1 1 ഒന്നും വന്നിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ പ്രൊസീഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 1 1 വരാത്തതിക്ക് അങ്ങനെ 1 1 ക്രിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ നമ്മൾ പഠിച്ച 10ാമത്തെ പ്രോപ്പർട്ടി ഓർക്കണം. ഒരു കോളത്തിലെ എലമെൻസിൻ്റെ കൂടെ ബാക്കിയുള്ള മുഴുവൻ കോളത്തിലെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്താൽ വി ഗെറ്റ് എ ന്യൂ ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിൻ്റെ വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിൻ്റെ വാല്യൂ സെയിം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് കോളത്തിൻ്റെ കൂടെ ബാക്കി വരുന്ന രണ്ട് കോളത്തിലെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഇങ്ങോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഈ സെക്കൻഡ് കോളവും തേർഡ് കോളവും ഇങ്ങോട്ട് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് കോളത്തിനൂടെ ബാക്കി രണ്ട് കോളത്തിലെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ അറ്റത്തൊരു കോമൺ എലിമെൻറ്റ് നമുക്ക് കിട്ടും. ആ കോമൺ എലിമെൻറ്റ് വെളിയിലെടുക്കുകയാണെങ്കിൽ 1 1 1 ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ട്രാൻസ്ഫോർമേഷൻ ഇതാണ്. ഫസ്റ്റ് കോളത്തിന് ചേഞ്ച് കൊടുക്കുക. ഫസ്റ്റ് കോളത്തിനാണ് ചേഞ്ച് കൊടുക്കേണ്ടത്. ഫസ്റ്റ് കോളത്തിൻ്റെ കൂടെ സെക്കൻഡ് കോളത്തിലെയും തേർഡ് കോളത്തിലെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഈ ട്രാൻസ്ഫോർമേഷനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കോളത്തിൻ്റെ കൂടെ സെക്കൻഡ് കോളത്തിലെയും തേർഡ് കോളത്തിലെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നു. ഈ എയും ബിയും ഇങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 2a പ്ലസ് 2b പ്ലസ് 2c എന്ന് വരും. അതുപോലെ ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ ഇവിടെയും 2a പ്ലസ് 2b പ്ലസ് 2c എന്ന് വരും. ഈ രണ്ട് ടേംസ് ഇങ്ങോട്ട് ആഡ് ചെയ്താൽ ഇവിടെയും 2a പ്ലസ് 2b പ്ലസ് 2c വരും. നമ്മൾ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കോളത്തിൻ്റെ കൂടെ സെക്കൻഡ് കോളത്തിലെയും തേർഡ് കോളത്തിലെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നു. ബാക്കിയെല്ലാം അതുപോലെ തന്നെ എ ബി പ്ലസ് സി പ്ലസ് 2a എ, അതുപോലെ ബി ബി സി പ്ലസ് എ പ്ലസ് 2b ചെയ്തിരിക്കുന്ന ഇതാണ്. C1 ചേഞ്ച് കൊടുത്തു. C1ൻ്റെ കൂടെ C2 C3 നമ്മൾ ആഡ് ചെയ്തു. C1 ചേഞ്ചസ് ടു C1 പ്ലസ് C2 പ്ലസ് C3. ഫസ്റ്റ് കോളത്തിൻ്റെ കൂടെ സെക്കൻഡ് കോളത്തിലെയും തേർഡ് കോളത്തിലെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്തപ്പോൾ ഫസ്റ്റ് കോളത്തിൽ ഒരു കോമൺ എലിമെൻറ്റ് കിട്ടി. ഇവിടെ 2a പ്ലസ് 2b പ്ലസ് 2c, ഇവിടെയും 2a പ്ലസ് 2b പ്ലസ് 2c, ഇവിടെയും 2a പ്ലസ് 2b പ്ലസ് 2c ആണ്. അപ്പോൾ ഫസ്റ്റ് കോളം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വായിക്കാം. 2a plus 2b plus 2c into 1, 2a plus 2b plus 2c into 1, 2a plus 2b plus 2c into 1. ഇവിടെ എല്ലാ എലമെൻസിനെയും 2a plus 2b plus 2c കൊണ്ട് ഗുണിച്ചിരിക്കുന്നതുകൊണ്ട് അത് നമുക്ക് വെളിയിലെടുക്കാം. അതും നമ്മൾ പഠിച്ച പ്രോപ്പർട്ടിയാണ്. എല്ലാ എലമെൻസിനെയും ഒരു ഫിക്സഡ് നമ്പർ k കൊണ്ട് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ് എന്നറിയാം. അപ്പോൾ 2a ഫസ്റ്റ് കോളത്തിൽ നിന്ന് 2a plus 2b plus 2c നമ്മൾ വെളിയിലെടുക്കുന്നു. അകത്ത് വരുന്നത് ഡിറ്റർമിനൻറ്റ് 1 1 1 a b plus c plus 2a a b b c plus a plus 2b ആണ്. അങ്ങനെ
ഫസ്റ്റ് കോളത്തിൻ്റെ കൂടെ റിമൈനിങ് കോളത്തിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്തപ്പോൾ നമുക്കൊരു കോമൺ എലിമെൻറ്റ് കിട്ടി. ആ കോമൺ എലിമെൻറ്റ് വെളിയിലെടുത്തപ്പോൾ ഇവിടെ ഫസ്റ്റ് കോളത്തിൽ 1 1 1 വന്നു. ഫസ്റ്റ് കോളത്തിൽ 1 1 1 വന്നാൽ എങ്ങനെ പ്രൊസീഡ് ചെയ്യേണ്ടത് നമുക്കറിയാം. ഇവിടെ 0 ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ ഇവിടെയും 0 ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ 0 ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി R2ന് ചേഞ്ച് കൊടുക്കണം. R2ന് സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് കൊടുക്കണം. എന്ത് ചേഞ്ച്? സെക്കൻഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോയിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കുറയ്ക്കണം. അതുപോലെ R3ക്ക് ചേഞ്ച് കൊടുക്കണം. എന്ത് ചേഞ്ച്? R3യിൽ നിന്ന് തേർഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോയിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കുറയ്ക്കുക. ഈ രണ്ട് ട്രാൻസ്ഫോർമേഷൻസ് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സിൽ നിന്ന് ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് കുറയ്ക്കുന്നു. അതുപോലെ ഇവിടെ 0 ക്രിയേറ്റ് ചെയ്യാൻ തേർഡ് റോയിലെ എലമെൻറ്റ്സിൽ നിന്ന് ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് കുറയ്ക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ ഡിറ്റർമിനൻ്റ് ഇതാണ്. ഈ ഡിറ്റർമിനൻറ്റും ഒറിജിനൽ ഡിറ്റർമിനൻറ്റും ഈക്വൽ ആയിരിക്കും. ഫസ്റ്റ് റോ അതുപോലെ തന്നെ 1 A B എന്ന് വരും. സെക്കൻഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോയിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കുറയ്ക്കുന്നു. 1 - 1 0. ഈ B + C + 2Aയിൽ നിന്ന് A സബ്ട്രാക്ട് ചെയ്താൽ A + B + C വരും. Bയിൽ നിന്ന് B കുറച്ചാൽ 0 വരും. ഇനി തേർഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോ കുറയ്ക്കുന്നു. 1 - 1 അത് 0 വരും. A - A എന്ന് പറയുന്നത് 0 ആണ്. C + A + 2Bയിൽ നിന്ന് B കുറയ്ക്കുന്നുണ്ടെങ്കിൽ A + B + C എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ്. R2ന് ചേഞ്ച് കൊടുത്തു, R2 - R1. R3ക്ക് ചേഞ്ച് കൊടുത്തു, R3 - R1. അപ്പോൾ ഇവിടെ രണ്ട് എലമെൻറ്റ്സ് സീറോസ് ആയി. ഇനി നമുക്കിതിൻ്റെ വാല്യൂ കാണാൻ ഫസ്റ്റ് കോളം ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ 3 ടേംസിൽ നിന്ന് 2 വെളിയിലെടുക്കാം. 2 × A + B + C × ഈ ഡിറ്റർമിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 1 × ഈ രണ്ട് എലമെൻറ്റ്സ് ഗുണിക്കുക മൈനസ് ഈ രണ്ട് എലമെൻറ്റ്സ് ഗുണിക്കുക. അപ്പോൾ ഈ ഡിറ്റർമിൻ്റെ വാല്യൂ നമുക്ക് നോക്കി പറയാൻ പറ്റും A + B + C × A + B + C. ദാറ്റ് ഈസ് A + B + C the whole square തന്നെയാണ്. ഈ ഡിറ്റർമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് A + B + C the whole square ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × A + B + C the whole cube എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തുല്യമാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ 1 2 തവണ നിങ്ങൾ കാണുക. വീഡിയോ പോസ് ചെയ്ത് നോട്ട്സ് എഴുതിയെടുക്കുക. എന്നിട്ട് അത് പഠിച്ചു മാറുക. ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. താങ്ക്